എങ്ങനെയാണെന്നറിയാം. ഒരു ജനാധിപത്യ സംവിധാനം വരുന്നെങ്കിൽ അതിനെ ഇരു കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കുകയും ഈ ഭരിക്കുന്ന ഗവൺമെന്റിന് അതിനോട് വിമർശനമുണ്ടെങ്കിൽ ജനാധിപത്യപരമായി വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് ആരിടത്തും നമ്മൾ അടിയറ വെച്ചിട്ടില്ല. എന്ന് സമരം തുടങ്ങുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തായാലും ഇന്നലെ ആദ്യ മണിക്കൂറിൽ 3000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ അത്ഭുതാദരവോടുകൂടി അതിനെ ഏറ്റെടുക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഡിമാൻഡിനകത്ത് യാതൊരു തരത്തിലുള്ള പിന്നോക്കം പോക്കുമില്ല. 21,000 രൂപ എന്ന് പറയുന്ന മിനിമം വേതനം, അത് പട്ടിണി കൂലിയാണ്. അതുപോലെ വിരമിക്കൽ ആനുകൂല്യം, ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കൽ, സേവനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെല്ലാം ഞങ്ങൾക്ക് പോയി സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾക്ക് നിവേദനവുമായി സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏത് മന്ത്രിമാരെയും പോയി കാണാൻ പറ്റുന്നുള്ളത് പറയുന്നത് ഈ ജനാധിപത്യത്തിൽ ഒരു ശ്വാസം നേരെ വിടാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അതിനെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത പരിശോധിക്കണമെന്നാണ് എല്ലാം പരിശോധിക്കണമല്ലോ. അങ്ങനെ പരിശോധിക്കാതെ പഠനം നടത്താതെയാണ് വാഗ്ദാനം നൽകിയത്. അതെ, ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളൊക്കെ കൊടുക്കുന്ന നികുതിപ്പണം നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാധ്യത ഉണ്ടാകുന്ന പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുത്തിട്ടല്ല ബാധ്യത ഉണ്ടാകുന്നത്. ബാധ്യത ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ധൂർത്തടിക്കുമ്പോഴാണ് ബാധ്യത ഉണ്ടാകുന്നത്. ഇഷ്ടക്കാർക്ക് വാരിക്കയറി കൊടുക്കുമ്പോഴാണ് ധൂർത്തുണ്ടാകുന്നത്. പ്രയോറിറ്റി വേണം, മുൻഗണന. ആർക്ക് എന്ന മുൻഗണന? ഇത്